ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീവൻ മുക്തന്റെ ലക്ഷണങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജീവൻ മുക്തൻ ഏത് തരം നിലയിലാണ് മനസ്സിനെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, മനസ്സിനും ബുദ്ധിക്കും വരുന്ന വേദനകളൊന്നും വിഷമങ്ങളൊന്നും അശുഭങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം മനസ്സിനെ വെച്ചിരിക്കുന്നത്. അതെങ്ങനെ? മമകാരത്തിന്റെ പരിധിക്ക് പുറത്താണ്, അഹങ്കാരത്തിന്റെ പരിധിക്കും പുറത്താണ്. ഇത് രണ്ടുമില്ല. മമകാരവും അഹങ്കാരവുമില്ല, മമകാരവുമില്ല. ഞാൻ 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 എന്നുള്ള ആ അഹങ്കാരമില്ല. ഞാൻ ആത്മാ എന്നുള്ള ചിന്തയിലാണ്, ഈശ്വരൻ തന്നെ എന്നുള്ള ചിന്തയിലാണ്, സർവസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ഞാൻ എന്ന ചിന്തയിലാണ്. അല്ലാതെ അഹങ്കാരത്തോടു കൂടിയുള്ള ഞാൻ എന്നുള്ള ആ ദ്വൈതഭാവത്തോടു കൂടിയുള്ള ചിന്തയില്ല. പിന്നെ എന്റേത് 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 എന്നുള്ള വിചാരം ഒട്ടുമില്ല. അങ്ങനെ വരുമ്പോ ഭാവനയിൽ നിന്ന് മോചിതനാണ്. എന്റേത് ഞാൻ എന്ന ഭാവനയോ എന്റേത് എന്ന ഭാവനയോ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ എന്ന ഭാവനയോ ഇല്ല. അതാണ് ജീവൻ മുക്തൻ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അതീതാനനുസന്ധാനം ഭവിഷ്യത വിചാരണം ഔദാസീന്യമപി പ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. അതീതാനനുസന്ധാനം ഭവിഷ്യത വിചാരണം ഔദാസീന്യമപി പ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. വീണ്ടും ജീവൻ മുക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ച് തന്നെയാണ് ആചാര്യസ്വാമി പറയുന്നത്. കാരണം കുറെ കേട്ടാൽ മാത്രമേ അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുള്ളൂ. ആ ലക്ഷണങ്ങളിൽ നിന്ന് വേണം നമ്മൾ അതിലേക്ക് ഉയരുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് വരിക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ധാരാളം ലക്ഷണങ്ങളെ പറയുന്നത്. ജീവൻ മുക്തൻ എങ്ങനെ ഇരിക്കും? ഏത് കാലത്തിൽ ജീവിക്കും? ഏത് കാലത്തിൽ എന്ന് ചോദിച്ചാൽ, പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമോ, പ്രസന്റിലായിരിക്കുമോ, അതോ ഫ്യൂച്ചറെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമോ? ഇംഗ്ലീഷില് എപ്പോഴും ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, ബി ഇൻ പ്രസന്റ്, പ്രസന്റിൽ ജീവിക്കൂ എന്ന് എപ്പോഴും പറയാറുണ്ട്. വർത്തമാനകാലത്തിൽ ഇരിക്കുക. ഇപ്പോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സമാധാനം എപ്പോഴും എവിടെയാ? ഏത് കാലത്തിലാ മനസ്സമാധാനം? കഴിഞ്ഞ കാലത്തിലാണോ, വരാൻ പോകുന്ന കാലത്തിലാണോ, ഇപ്പോഴാണ്? മനസ്സമാധാനം എന്ന് പറയുന്നത് ഇപ്പോഴാണ്, ഈ കാലത്തിലാണ് മനസ്സമാധാനം. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ വേണം നമുക്ക് മനസ്സമാധാനം. എപ്പോഴും അത് വർത്തമാനത്തിലാണ്. മനസ്സമാധാനം എന്ന് പറയുന്നത് വർത്തമാനത്തിലാണ്. അതാണ് നമ്മൾ നേടേണ്ടത്. ഈ വർത്തമാനകാലത്തിലാണ് മനസ്സമാധാനം നമ്മൾ നേടേണ്ടത്. പിന്നീട് നേടേണ്ടതല്ല, കഴിഞ്ഞ കാലത്തിൽ നേടിയതോ അതുമല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഏത് പരിസ്ഥിതികൾ കടന്നു പോകുന്നു വർത്തമാനത്തിൽ, ആ സമയത്ത് വേണം മനസ്സമാധാനം കൈവരിക്കാൻ. പക്ഷേ നമ്മളിൽ മിക്ക ആൾക്കാർ എന്ത് ചെയ്യും? പാസ്റ്റില് നടന്ന അവസാനിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. നേരത്തെ നടന്നുപോയ തീർന്നുപോയ കാര്യങ്ങളാണെല്ലാം, അവസാനിച്ചവയാണ്. അവയിൽ മനസ്സിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒരു കൂട്ടരെന്ത് ചെയ്യും? ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടുമാണ് സാധാരണ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചും ആലോചിച്ച് വീണ്ടും പറയുക, അത് ഓർക്കുക, എന്തൊരു കാലമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു.
അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഈശ്വരപ്രാപ്തിക്ക് അത് പ്രയോജനം ചെയ്യുമോ? ഇല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈശ്വരപ്രാപ്തി, ആത്മാവ് എന്തെന്ന് തിരിച്ചറിയൽ, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ മോക്ഷത്തെ പ്രാപിക്കൽ. ഇതിന് കഴിഞ്ഞ കാലങ്ങളെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്ന പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ശരി, എന്നാൽ ഇനി ഫ്യൂച്ചറിലെ കാര്യം ആലോചിച്ചാലോ? എന്തെങ്കിലും ഉറപ്പുണ്ടോ ഫ്യൂച്ചറിനെ കുറിച്ച്? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ കയ്യിലല്ല ഫ്യൂച്ചർ. അപ്പോ അതിലും കാര്യമില്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? വർത്തമാനത്തിൽ ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഈ സമയം എന്ത് ചെയ്യണം? ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഏത് സമയവും നമുക്ക് നമ്മൾ ഈ ശരീരം വിട്ടുപോകാം. അപ്പോ അതിനു മുമ്പേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലൗകിക കാര്യങ്ങളല്ല, ആത്മീയമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരപ്രാപ്തിയാണ് അന്തിമ ലക്ഷ്യം. അപ്പൊ ആ ഈശ്വരപ്രാപ്തിക്കായിട്ട്, അതായത് ജീവബ്രഹ്മ ഐക്യത്തിനായിട്ട് വേണം എപ്പോഴും ശ്രമിക്കാൻ. അതെപ്പോ വേണം? പ്രസന്റിൽ വേണം. ഇപ്പൊ വേണം ശ്രമിക്കാൻ. ഇപ്പൊ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അങ്ങനെ വർത്തമാനത്തെ മറന്ന് ജീവിക്കരുത്. വർത്തമാനത്തിലാണ് ഇരിക്കേണ്ടത്. ഇപ്പോ വർത്തമാനത്തെ മറക്കുന്നു. ഒന്നിലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ആശങ്കയായിട്ടിരിക്കും. പലതരത്തിലും ആശങ്കകൾ. പലര് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, ചിലര് വലിയ വലിയ പോളിസികൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും, ചിലര് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടും, ഭയപ്പെടും ഫ്യൂച്ചറിനെ കുറിച്ച്. എപ്പോഴും കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിൽ സന്തോഷിച്ചുകൊണ്ടും ഇരിക്കും ചിലര് സങ്കടപ്പെട്ടുകൊണ്ടും ഇരിക്കും. പല രീതിയിലുണ്ട്. എന്തായാലും ഈ രണ്ടു കൂട്ടരും പ്രസന്റിലല്ല. നമ്മൾ ഇരിക്കുന്നത് പ്രസന്റിലാണ്. അപ്പൊ ആ പ്രസന്റിലാണ് ഈ മനസ്സമാധാനം ഉണ്ടാകേണ്ടത്, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയത്നവും വേണ്ടത്. പ്രസന്റിൽ ആരും തന്നെ ഇല്ലെന്ന് പറയാം. പക്ഷേ ജീവൻ മുക്തൻ എങ്ങനെയാണ്? ജീവൻ മുക്തൻ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും മുക്തനാണ്. അദ്ദേഹം പ്രസന്റിൽ മാത്രമാണ്. ജീവൻ മുക്തൻ പ്രസന്റിൽ മാത്രമാണ്. കഴിഞ്ഞ കാലത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കില്ല. അതുവരെ നടന്ന നല്ലതും ചീത്തയും എല്ലാം ഇന്ന് ഈ ജ്ഞാനം നേടാൻ സഹായിച്ചു, അതുകൊണ്ട് അവയെ ഓർക്കേണ്ടതില്ല. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്നത്തെ ഈ അവസ്ഥയിൽ, ഈശ്വരപ്രാപ്തിയിൽ, ഈ മോക്ഷാവസ്ഥയിൽ, മനസ്സില് എല്ലാം സമമായി കാണുന്ന ഈ അവസ്ഥയിൽ എത്താൻ എന്നെ പല വഴികളും സഹായിച്ചു. അപ്പൊ ഇനി എന്തിനാ അതിനോർക്കണ്ടേ? ലക്ഷ്യത്തിലെത്തിയല്ലോ, പിന്നെ ആ വഴിയെ മുഴുവൻ ഓർത്തോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. തിരിച്ചു പോവോ? ഇല്ല. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, നോക്കേണ്ട കാര്യമില്ല. ഇനി എന്തു വന്നാലും നേരിടാനുള്ള ആത്മശക്തി എനിക്ക് ഉണ്ടായി കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ എന്തോ ആയിക്കോട്ടെ, എന്തു വന്നാലും നേരിടാനുള്ള ആത്മീയ ശക്തി എനിക്ക് ലഭിച്ചു. ഞാൻ ആത്മാവെന്ന് തിരിച്ചറിഞ്ഞു. ജീവബ്രഹ്മ ഐക്യം എന്താണെന്ന് മനസ്സിലായി. ഞാനിപ്പോ ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയോ വേവലാതിയോ ഇല്ല. അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു വേവലാതിയില്ല. കാരണം എനിക്ക് ആത്മശക്തിയുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതെന്താണ്, ഇതെല്ലാം മായയാണെന്നും ഒരു സ്വപ്നം പോലെയാണ് ഇത് എന്നെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് ആശങ്കകളൊന്നുമില്ല ഫ്യൂച്ചറിനെ കുറിച്ച്. ഞാൻ ഇപ്പോൾ ലൈവായിട്ടിരിക്കുന്നു. ഇപ്പോ മുമ്പിൽ എന്ത് വരുന്നു അത് സ്വീകരിക്കുന്നു, അത് ചെയ്യുന്നു. അവിടെ മാത്രം എൻ്റെ മനസ്സിനെ നിർത്തിയിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് പഴയ കാലങ്ങളെ കുറിച്ച് ഓർക്കേണ്ട യാതൊരു കാര്യമില്ല. ഒന്നും ഓർക്കത്തില്ല. ഇപ്പോഴത്തെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. നമ്മളോ കഴിഞ്ഞ കാലത്തിലെ തിക്ത അനുഭവങ്ങളെ മറക്കാനേ പറ്റുന്നില്ല നമുക്ക്. പഴയ തിക്താനുഭവങ്ങൾ, എന്നാലും അന്ന് അങ്ങനെ എന്നോട് അവർ ചെയ്തത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും പറയും. അങ്ങനെയാണോ പറയണ്ടേ? എപ്പോഴും പറയും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെന്നോട് ചെയ്തതുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ പറയും, എപ്പോഴും പറയും. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. എല്ലാം മറന്നു കളയണം. എന്തിനാ അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കണേ? ഓർത്തുകൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കില്ല, പഴയതിലോട്ട് പോയി. അപ്പോ ഇപ്പൊ നേടേണ്ടതായ കാര്യങ്ങൾ നേടാൻ പറ്റില്ല. ഇപ്പൊ എന്താ നേടണ്ടേ? ഈശ്വരനെ നേടണം, ആത്മാവിനെ തിരിച്ചറിയണം. അപ്പൊ പഴയ കാര്യങ്ങൾ ഓർക്കാനേ പാടില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു പോയി. എല്ലാം ഇവിടം വരെ എത്തിയല്ലോ. ഇനി ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഓർക്കാവൂ. അങ്ങനെയാണ് ആര്? ജീവൻ മുക്തൻ പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാറില്ല, ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടാറുമില്ല. അവിടെ അപ്പോ ശങ്കരാചാര്യസ്വാമി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബാലസ്താവത് ക്രീഡാസക്ത
വൃദ്ധസ്ഥാവൽ ചിന്താസക്ത. അതാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോ എപ്പോഴും കളികളിലായിരിക്കും വിചാരം, പ്രായമായാൽ ചിന്തയിലും ആയിരിക്കും. അങ്ങനെ ഓരോ കാലങ്ങളില് ഓരോ വിചാരങ്ങളിൽ കുടുങ്ങി പരമേ ബ്രഹ്മണി കോയി നസക്ത, ഈശ്വരനെ ചിന്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഓരോ സമയത്ത് ഓരോ പ്രായത്തിൽ ഓരോ ചിന്തകളിൽ ഇരുന്നിരുന്ന് ഈശ്വരനെ ചിന്തിക്കാൻ ഒരു സമയം കിട്ടുന്നേ ഇല്ല. അവസാനം കിട്ടും എന്ന് വിചാരിക്കുന്നത് എപ്പോഴാ? വയസ്സാകുമ്പോഴാണ്. അപ്പൊ എന്താണ്? ചിന്താസക്ത, ചിന്തയിലാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങൾ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളായിരിക്കും മുഴുവൻ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ആകരുത്. നമ്മുടെ മനസ്സിനെ ഇപ്പൊ തന്നെ നിയന്ത്രിക്കണം. ഇപ്പൊ തന്നെ എന്തെങ്കിലും പഴയ ചിന്തകൾ വരുമ്പോൾ ഉടനെ മാറ്റിക്കളയണം. എന്തിന് ഞാൻ പഴയതിനെ കുറിച്ച് ചിന്തിക്കുന്നു? കഴിഞ്ഞു പോയതല്ലേ, അത് പോട്ടെ. ഇപ്പൊ ഞാൻ ഈശ്വരനെ ചിന്തിക്കണം, നാമം ജപിക്കണം. നാമചിന്തയാണ് എന്റെ മനസ്സിൽ വേണ്ടത്. നാമത്തിന് നേടിത്തരാൻ പറ്റാതായിട്ടൊന്നുമില്ല. ആത്മസാക്ഷാത്കാരം എനിക്ക് നേടണം. ഞാൻ 10 നാമം ജപിക്കാൻ പോകുക, പഴയ ചിന്തകൾ എന്റെ മനസ്സിൽ വേണ്ട. ഞാൻ നമഃശിവായ ജപിക്കാൻ പോകുന്നു, പഴയ ചിന്തകളെ മാറ്റുകയാണ്, നമഃശിവായ ജപിക്കുകയാണ്, ഹരേ കൃഷ്ണ ജപിക്കുകയാണ്, രാമ 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 ജപിക്കുകയാണ്, രാധേ രാധേ ജപിക്കുകയാണ്. ഇങ്ങനെ മനസ്സിനെ നാമജപത്തിലേക്ക് കൊണ്ടുവന്ന് പഴയ കാര്യങ്ങളെ ഓർക്കുന്നതിൽ നിന്നും വിലക്കണം. കുറച്ച് കഴിയുമ്പോൾ പിന്നെ പഴയ കാര്യങ്ങൾ കയറി വരാതിരിക്കും. പിന്നെ നാമജപം മാത്രമായിട്ട് വരും. അതേപോലെ ഫ്യൂച്ചറെ കുറിച്ച് എന്തിനാ ചിന്തിക്കണേ? എല്ലാം മായയാണ്, എല്ലാം ഈശ്വരനാൽ നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ ശരീരം പോലും പാപപുണ്യങ്ങളുടെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അത് പ്രാരബ്ധമനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയാണോ ജീവൻ മുക്തം ചെയ്യുന്നത്? ശരീരത്തെക്കുറിച്ച് വേറെ ചിന്തയുന്നില്ല. പ്രാരബ്ധം ശരീരം ഉണ്ടാകുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര വയസ്സ് വരെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണേ? അത് വരുമ്പോ വരട്ടെ. എപ്പോഴാ വരട്ടെ? അപ്പൊ വന്നോട്ടെ. ഞാൻ റെഡിയാണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോ നന്നായിട്ട് സാധന ചെയ്ത് ഈ പ്രസന്റില് സദാ ഈശ്വരസ്മരണത്തോടുകൂടി ധർമ്മനിഷ്ഠമായിട്ടും ഇരിക്കണം. സദാ ഈശ്വര ചിന്തയോടും ധർമ്മനിഷ്ഠനായിട്ടും ഇരിക്കണം. വേറെ ഒന്നും പാടില്ല. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു. ഈ പ്രായത്തിലെങ്കിലും ആഗ്രഹങ്ങളെല്ലാം തീർന്നിരിക്കണ്ടേ? ഇനിയും ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? അപ്പൊ ആഗ്രഹങ്ങളെല്ലാം തീർന്നു. എനിക്ക് ഇനി പ്രത്യേക ആഗ്രഹങ്ങളില്ല. കണ്ണുകൊണ്ട് കാണേണ്ടതായിട്ടില്ല, ചെവി കൊണ്ട് കേൾക്കേണ്ടതായിട്ടില്ല, നാക്ക് കൊണ്ട് രുചിക്കേണ്ടതായിട്ടില്ല, സ്പർശനം കൊണ്ട് നേടേണ്ടതായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തെയും ഞാനിപ്പോൾ ഈ ഇന്ദ്രിയം മുഖാന്തരമുള്ള എല്ലാം കൊണ്ടും സംതൃപ്തനാണ്, പൂർണ്ണതയിലാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ പൂർണ്ണതയിലേക്ക് നിർത്തണം. അപൂർണതയിലേക്ക് പോകാൻ സമ്മതിക്കരുത്. എന്തെങ്കിലും ഒരു ആഗ്രഹം വരുമ്പോ പറയണം, ആ ആഗ്രഹമല്ലല്ലോ ഇപ്പൊ വേണ്ടത്, ഇപ്പൊ ഈശ്വര സാക്ഷാത്കാരമല്ലേ വേണ്ടത്. എന്ത് കാര്യം വന്നാലും അതുകൊണ്ട് ഈശ്വരപ്രാപ്തിക്ക് പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പുറകെ വരും. അത് എത്ര ആണെങ്കിലും വരും. എന്നുവെച്ചാൽ മനസ്സിന് പ്രായമില്ലല്ലോ, അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ, ഈ സൂക്ഷ്മ ശരീരം വിളിച്ചുകൊണ്ടേയിരിക്കും. പല ഇന്ദ്രിയങ്ങളെയും പല രീതിയിലും വിളിച്ചുകൊണ്ടിരിക്കും. ആ പ്രായത്തില് ശരീരം സമ്മതിക്കാതെ വരുമ്പോ ബാഹ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ പറ്റാതെ വരുമ്പോൾ ഇന്റേണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെ ആയിരിക്കും കൂടുതൽ മനസ്സ് പിടിച്ച് വലിക്കുന്നത്. അപ്പൊ എതിരിക്കെ കൂടുതൽ പോവുക. അപ്പൊ കണ്ണുകൊണ്ട് കാഴ്ച കുറഞ്ഞു, പിന്നെ കണ്ണിന് വലിയ ആഗ്രഹം അവിടെ വരത്തില്ല. ചെവി കേൾക്കുന്നില്ല അധികം, അപ്പൊ പിന്നെ വരുന്നില്ല. പക്ഷേ പറയും, എന്റെ ചെവി കേൾക്കുന്നില്ല, എന്തെങ്കിലും ഒരു യന്ത്രം വല്ലതും മേടിച്ച് വെക്കാവോ, കണ്ണിനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് വേഗം കണ്ണിന്റെ കാഴ്ച ശരിയാക്കി എടുക്കാവോ, ഇങ്ങനെ ചിന്തിക്കും. ഇനി അതൊന്നും പറ്റിയില്ല, ഫലവത്തായില്ലെങ്കിൽ എന്തുണ്ടാവും? മനസ്സിങ്ങനെ പഴയ കാര്യങ്ങളെ തപ്പിപ്പോവും. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. പഴയ കാര്യം തപ്പിപ്പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല മനസ്സിന്, പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല. ചുമ്മാ കിടന്നുകൊണ്ടിരുന്നാൽ മതി. കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് എന്ത് വേണമെങ്കിൽ ആലോചിക്കാം, ഫ്യൂച്ചറിനെയും ആലോചിക്കാം. അതിന് വേഗം പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല, മനസ്സിനൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ മനസ്സിന്റെ സമനില തെറ്റണം. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ പിന്നെ സമനില തെറ്റിയ ഒരാൾക്ക് ഈശ്വരപ്രാപ്തിയും പറ്റത്തില്ലല്ലോ. എങ്ങനെയാണ് സാധിക്കുന്നത്? ഈശ്വരപ്രാപ്തി നമ്മൾ സ്വയം പൂർണ്ണതയിലേക്ക് എത്തി മനസ്സിനെ സമ്പൂർണമായിട്ടും എന്താ പറയാ, എല്ലാം നേടി എന്നുള്ള ഇനി ഒരു ആഗ്രഹവുമില്ല, ഞാൻ ഈ ശരീരമല്ല, എന്റേതായിട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പൊ അതിനുള്ള വഴിയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഈശ്വരൻ്റെതാണ് എല്ലാം എന്ന് നനച്ചാൽ സുഖമായി. അതിൽ നിന്ന് പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല രക്ഷപ്പെടാൻ. എന്റേത് എന്നുള്ള വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈശ്വരൻ്റേത് എന്ന് വിചാരിക്കുന്നതാണ്. ഒട്ടനെ ഗർഭപാത്രത്തിലേക്ക് പോകണം. എങ്ങനെയാ വന്നത്? ഒരു ബീജമായിട്ട് വന്നു. ഗർഭത്തില്
അവിടെ നിന്ന് പതുക്കെ പതുക്കെ വളർന്നു. അത് എന്റെ മിടുക്കൊണ്ടല്ല വളർന്നത്, നമ്മുടെ മിടുക്കാണോ വളർന്നത്? ഗർഭത്തിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ പ്രായങ്ങളിലൊക്കെ തന്നെത്താൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെയാണോ വളർന്നത്? അങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത്? ശരീരത്തിനെ വളർത്തിയത് അങ്ങനെയാണോ? അറിവ് നേടിയത് അങ്ങനെയാണോ? ഒന്നുമല്ല. അതെല്ലാം അതിൻ്റെതായ വഴിയിൽ എവിടെ നിന്നൊക്കെ കിട്ടണമോ അവിടെ നിന്നൊക്കെ കിട്ടി 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 കിട്ടി. അത് ആര് ചെയ്യുന്നു? അതെല്ലാം സർവേശ്വരന്റെ ലീലാവിലാസം തന്നെ. എല്ലാം ഭഗവാൻ തന്നെ ചെയ്യുന്നത്. അതിനെ വളർത്തി കൊണ്ടുവന്ന് വലുതാക്കി എല്ലാം കൊണ്ടുവന്നു. കർമ്മമനുസരിച്ച്, കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ച്, അതിനനുസരിച്ച് ശരീരം, അതിനനുസരിച്ച് സാഹചര്യം, അതിനനുസരിച്ച് വഴികൾ മുന്നോട്ട് പോകുവാൻ, അതിനനുസരിച്ചുള്ള ഗുരു, എല്ലാം അങ്ങനെയാ വരുന്നത്. എല്ലാം പഴയ ജന്മങ്ങളിലെ കാര്യങ്ങളെ അനുസരിച്ച്. അത് നമ്മൾ പഠിച്ചതാണല്ലോ. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞൊരെണ്ണം കിടപ്പുണ്ട്. സഞ്ചിത കർമ്മം കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് എത്ര കിലോ എന്നൊരു കണക്കുമില്ല. 10,000-കണക്കിന് ജന്മങ്ങളുടെ കാര്യങ്ങളാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അവിടുന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇപ്പൊ പറയും ഇത് പ്രാരബ്ധം, ഇത് അനുഭവിച്ചോളൂ എന്ന് പറയും. ചെറിയൊരു ഷോർട്ട് പീരീഡിലേക്ക് 10, 80, 90 വർഷത്തേക്ക് മാത്രം വേണ്ടി ചെറിയൊരു കഷ്ണം എടുത്തത് ഇന്ന് തരും, കുഞ്ഞു കഷ്ണം. അതിലാണ് ഇപ്പൊ നടക്കുന്നത്. അത് തീരുമ്പോൾ ഈ ശരീരം വിടും, പിന്നെ അടുത്ത ശരീരത്തിലേക്ക് പോകും. അപ്പോ ഈ പഴയ കാര്യങ്ങൾ ഓർക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനെക്കുറിച്ച് ഒന്നും കഴിഞ്ഞത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. വെറുതെ എന്തിനാ സമയം കളയണേ? അപ്പോ ഈ സമയത്ത് നാമജപം ചെയ്യുക, ഈശ്വരനെ സ്മരിക്കുക, ആത്മജ്ഞാനം നേടാനുള്ള വഴികൾ, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, പുതിയ ഗുരുനാഥന്മാരുടെ സന്ദേശങ്ങൾ കേൾക്കുക, സ്വയം സാധന ചെയ്യുക. ഇതൊക്കെയാണ് പ്രസന്റിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പഴയതിനെ ഓർത്തുകൊണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചുമ്മാ കിടക്കത്തുള്ളൂ അവിടെ. അത് പോരാ. പ്രസന്റില് സാധന ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ പ്രസന്റിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണ് ആര്? ജീവൻ മുക്തൻ. അവിടെ സാധനയൊന്നും വേണ്ട. സാധന കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്റ്റേജാ. അതിന് പുറകോട്ട് പോകുന്ന പ്രശ്നം വരികില്ല. വൺസ് ആത്മാ ആനന്ദം അനുഭവിച്ചാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു പോകില്ല. അതാണ് ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നിഷ്ഠനായി വന്നാൽ പിന്നെ നിഷ്ഠയിൽ നിന്ന് പോകത്തില്ല. നിഷ്ഠനായിരിക്കും. വല്ലപ്പോഴും വരുന്നതല്ല. കുറച്ചു കാലം കൊണ്ട് നിഷ്ഠമായി മാറും, നിഷ്ഠയായി മാറും. പിന്നെ അത് സ്വരൂപമായി മാറും. ആത്മസ്വരൂപമായി തന്നെ പ്രകാശിക്കും. ഇപ്പോ വൃദ്ധസ്ഥാവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിന സക്ത എന്ന് പറഞ്ഞു. ജീവൻ മുക്തൻ അങ്ങനെയല്ല, പ്രസന്റിൽ മാത്രം കഴിയുന്ന ആളാണ് ജീവൻ മുക്തൻ. എന്താണ് അവന്റെ ശ്ലോകം? എന്താ പറയണേ നോക്കാം. അതീതാനനുസന്ധാനം. അതീതാനനുസന്ധാനം എന്നാണ് ആദ്യത്തെ വരി. അതീത അനനുസന്ധാനം. അതീത അനനുസന്ധാനം. അതീത കഴിഞ്ഞുപോയത്, അതീതം കഴിഞ്ഞുപോയ കാര്യങ്ങൾ. അനുസന്ധാനം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിനാണ് അനുസന്ധാനം എന്ന് പറയും. വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിന് അനുസന്ധാനം എന്ന് പറയും. അനനുസന്ധാനം നടന്നതിനെ വീണ്ടും വീണ്ടും ചിന്തിക്കാതിരിക്കൽ, അത് അനനുസന്ധാനം. അതീത അനനുസന്ധാനം കഴിഞ്ഞുപോയതിനെ വീണ്ടും വീണ്ടും ചിന്തിക്കാതിരിക്കൽ ആര് ചെയ്യുന്നു? അതാണ് ജീവൻ മുക്തന്റെ ഒരു ലക്ഷണം. കഴിഞ്ഞുപോയതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കൽ. അപ്പൊ അതിന് ഇവിടെ ആചാര്യസ്വാമിയിലൊരു നമ്മുടെ ഗുരുനാഥൻ ഒരു കഥ പറയുന്നു. ഭാര്യാഭർത്താക്കന്മാര് രണ്ടുപേരിങ്ങനെ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ഇറങ്ങി. ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഭാര്യ ഭർത്താവും കൂടി ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ ദൂരം പോയപ്പോ ഭാര്യ പറഞ്ഞു, വല്ലാതെ വെള്ളം ദാഹിക്കുന്നു, വെള്ളം ദാഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭർത്താവ് പറഞ്ഞു, നീ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാതെ 2 മണിക്കൂറിനകം അടുത്ത സ്റ്റേഷൻ വരും, അപ്പൊ നമുക്ക് കുടിക്കാം. കുറച്ചും അങ്ങനെ പോട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? കുറച്ചു ദൂരം പോട്ടെ, സ്റ്റേഷൻ വരും, അടുത്ത സ്റ്റേഷൻ വരും, 1-2 മണിക്കൂറിനകം എത്തുമായിരിക്കും. അപ്പൊ നമുക്ക് വെള്ളം ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞു. അവര് പിന്നെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ദാഹിച്ചിട്ട് വയ്യ, ദാഹിച്ചിട്ട് വയ്യ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം അടുത്ത സ്റ്റേഷൻ വന്നിട്ട് കിട്ടുള്ളൂ, കയ്യിൽ വേറെ വെള്ളമില്ല. അടുത്ത സ്റ്റേഷൻ വരണം, വെള്ളം കുടിക്കാനുള്ള വെള്ളം കിട്ടണമെങ്കിൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്ത സ്റ്റേഷൻ എത്തി. ഭർത്താവ് വെള്ളം മേടിച്ചു കൊടുത്തു. അവര് ഹാപ്പിയായി, ഭർത്താവും ഹാപ്പിയായി. കാരണം എന്താ? അവരുടെ ഈ ദാഹിക്കുന്നു എന്നുള്ള എപ്പോഴുള്ള പറച്ചിൽ നിന്നുകൊണ്ട് അങ്ങേര് ഹാപ്പിയായി. ഇനി പിറുപിറുത്തു കൊണ്ടിരിക്കില്ലല്ലോ എന്ന് അങ്ങേർക്ക് ഒരു സമാധാനം. അവർക്ക് വെള്ളം കിട്ടി, ദാഹം മാറിയപ്പോ ഒരു സന്തോഷം. ഇങ്ങേർക്ക് അവരുടെ വെള്ളം വേണം എന്നുള്ള പിറുപിറുക്കൽ നിന്നല്ലോ എന്നുള്ള സന്തോഷം അങ്ങേർക്ക്.
പക്ഷേ അവരെന്ത് ചെയ്തു? അവര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാവോ? ഞാൻ എന്ത് ദാഹിച്ചെന്നറിയാവോ? അയ്യോ, എന്നാ ദാഹമായിരുന്നു എന്നറിയാവോ? ദാഹിച്ചുകൊണ്ടേയിരുന്നു ഞാൻ. എത്ര നേരം എനിക്ക് ദാഹിച്ചേ? ഞാൻ നിങ്ങളോട് അവിടെ വച്ചേ പറഞ്ഞു തുടങ്ങിയതാ ഇല്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് അത്രയും ദാഹമായിരുന്നേ, ഭയങ്കര ദാഹമായിരുന്നു എനിക്ക്. അതിനിടയ്ക്കാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, മിണ്ടാതിരിക്കുന്നു. അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് അത്ര ദാഹമായിരുന്നു, ഞാൻ എന്തുമാത്രം ദാഹിച്ചു എന്നറിയാവോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പോഴാണ് സമാധാനമാണ്. എന്തുമാത്രം ഞാൻ ദാഹിച്ചു എന്നറിയാവോ? ഇവര് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ദാഹമുണ്ടായിരുന്നു, ഞാൻ ദാഹിച്ചുകൊണ്ടേയിരുന്നു, ഇത്രയും നേരം ഇരുന്ന് ദാഹിച്ചുകൊണ്ടാണ്, എന്ത് വിഷമം ഞാൻ അനുഭവിച്ചു എന്നറിയാവോ? ഇങ്ങനെ വീണ്ടും അവര് പുലമ്പിക്കൊണ്ടേയിരുന്നു. ഇതാണ് അധീത അനുസന്ധാനം. വെള്ളം കുടിച്ചു, ദാഹം മാറി, മിണ്ടാതിരുന്ന പോരെ. അപ്പോ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച്, ദാഹിച്ചുകൊണ്ടിരുന്ന ആ അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് വീണ്ടും. ഇതിനാണ് അതീത അനുസന്ധാനം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞുപോയ കാര്യത്തെ വീണ്ടും പറയുക, അതീത അനനുസന്ധാനം എന്ന് പറയും. ഇവിടെ നമ്മുടെ മനസ്സ്, ജീവൻ മുക്തൻ കഴിഞ്ഞതിനെ ഓർക്കില്ല. നമ്മളോ കഴിഞ്ഞതിനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കും, കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഫ്രീഡം ഫ്രം ദി പാസ്റ്റ് കിട്ടണം എന്നാണ് പറയുന്നത്. ഫ്രീഡം ഫ്രം ദ പാസ്റ്റ്. പിന്നെന്താണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്? അതീതാനനുസന്ധാനം ഭവിഷ്യദഭിചാരണം. ഭവിഷ്യത് അഭിചാരണം. ഭവിഷ്യത് വരാൻ പോകുന്നതിനെ, വരാൻ പോകുന്നത് ഭവിഷ്യത്. അഭിചാരണം വരാൻ പോകുന്നതിനെ കുറിച്ച് വിഷമമില്ലാതിരിക്കുക, ആശങ്കയില്ലാതിരിക്കുക, ഭയമില്ലാതിരിക്കുക. അതാണ് അഭിചാരണം. വിഷമമില്ലാതിരിക്കുക, അതിനെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട, ഭയമൊന്നും ഇല്ലാത്ത മനസ്സ്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റഡിയിൽ പറഞ്ഞത്, മനസ്സിലെ വിഷമങ്ങള്, മിക്കവാറും ആൾക്കാരുടെ മനസ്സിലെ വിഷമങ്ങള് 80% ഫ്യൂച്ചർ റിലേറ്റഡ് ആണെന്ന് പറയും. 80% ഫ്യൂച്ചർ റിലേറ്റഡ് ആണ്, ആശങ്ക കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ന് പറയുന്നു ഡോക്ടർമാരിപ്പോ. അങ്ങനെ ആശങ്ക കൊണ്ടുള്ളായിരുന്ന ഒരു പ്രശ്നവും ആർക്കില്ല? ജീവൻ മുക്തന് ഇല്ല. വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാറില്ല ജീവൻ മുക്തൻ. അപ്പോ ഫ്രീഡം ഫ്രം പാസ്റ്റ് പറഞ്ഞു, ഫ്രീഡം ഫ്രം ഫ്യൂച്ചർ. ഇത് രണ്ടും ജീവൻ മുക്തന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അപ്പോ ഒരു ചോദ്യം, ശരി, ഇപ്പൊ വിഷമം വന്ന എന്ത് ചെയ്യും എന്നൊരു ചോദ്യം. അതായത് ഔദാസീന്യമഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം എന്ന് അടുത്ത വരിയിൽ വരും. എന്താണ്? പ്രസന്റില് വിഷമം വേദനയോ വന്നാൽ എന്ത് ചെയ്യും? ഔദാസീന്യം അഭിപ്രാപ്തേ. പ്രാപ്തേ എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഔദാസീന്യം, ഉദാസീനതയോടുകൂടിയേ അതിനെ കാണുള്ളൂ. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ ഉദാസീനതയോടുകൂടി, അതായത് ഇൻഡിഫറന്റ് ആയിട്ടിരിക്കുക. അതെന്നെ ബാധിക്കില്ല എന്ന് ഉറച്ചിരിക്കുക. എന്നെ ബാധിക്കില്ല, ഈ ശരീരം നശിച്ചു പോകുന്നതാണ്, അതിനെ ബാധിച്ചോട്ടെ, പക്ഷെ ആത്മാവായ എന്നെ ബാധിക്കില്ല. എനിക്ക് നാശമില്ലാത്തതാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ്, ഞാൻ ചൈതന്യമാണ്, എന്നെ ഇതൊന്നും ബാധിക്കില്ല. ഇത് പ്രാരബ്ധമനുസരിച്ച് വരും പോകും. പ്രാരബ്ധമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, അത് പൊക്കോട്ടെ. എന്റെ ശരീരം ഉണ്ടാകുമ്പോഴേ പ്രാരബ്ധമനുസരിച്ചുള്ള ശരീരമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രാരബ്ധം അനുഭവിച്ചേ അത് തീരുള്ളൂ. പക്ഷേ അതെന്നെ സ്പർശിക്കത്തില്ല. അവിടെയാണ് ജീവൻ മുക്തന്റെ വിജയം. അത് പ്രാരബ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ സ്പർശിക്കില്ല, ഞാൻ ആനന്ദസ്വരൂപനാണ് എന്ന് ഇരിക്കും. അപ്പോ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉദാസീനത്തോടുകൂടി, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. അത് അതിൻ്റെതായ പാട്ടിന് നടക്കും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ ഗുരുക്കന്മാർക്ക് ഇഷ്ടംപോലെ അസുഖങ്ങൾ ഇല്ലേ? രമണ മഹർഷിക്ക് എന്തെല്ലാം വയ്യായിക ഉണ്ടായിരുന്നു, അതേമാതിരി രാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഗുരുക്കന്മാർക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെന്നതിനെ മൈൻഡ് ചെയ്യത്തില്ല. രമണ മഹർഷിയുടെ കാര്യത്തിലൊക്കെ ഒരുപാടുണ്ട്. എലി വരെ കടിച്ച്, ശരീരത്തെ കടിച്ച് കീറി ആയിട്ട് വ്രണങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന, പക്ഷെ അദ്ദേഹം അതൊന്നും അറിയുന്നു പോലും ഇല്ലായിരുന്നു. അത് അത്ഭുതം. നമുക്ക് തോന്നുന്നു എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്, അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും, ചുമ്മാ കെട്ടുകഥകളായിരിക്കുന്നതൊക്കെ നമ്മൾ തോന്നും ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ വായിക്കുമ്പോൾ. പക്ഷെ കെട്ടുകഥയൊന്നുമല്ല. അവർക്ക് ശരീരത്തിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അത് പ്രാരബ്ധം വഴിക്ക് വന്നത് പ്രാരബ്ധം വഴിക്ക് പൊക്കോളും. അവരതിനെക്കുറിച്ച് ഒട്ടും ബോധേടല്ല. അവർക്ക് അങ്ങനെ സാധിക്കും ഇരിക്കാൻ. അവർക്കെന്നല്ല, എല്ലാവർക്കും സാധിക്കും ആ അവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്നാണ് അവരുടെ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടതായ കാര്യം.
നോ വറി അറ്റ് ഓൾ. അവർക്ക് ഒരു തരത്തിലും വറി എന്നൊരു സംഭവമില്ല. ജീവിതത്തിലെ സങ്കടങ്ങള് മേഘങ്ങളെ പോലെ കടന്നു പോകും അവരെ സംബന്ധിച്ചിടത്തോളം. അതങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അതൊന്നും അവിടെ നിൽക്കത്തില്ല, മാറിക്കൊണ്ടേയിരിക്കും. മേഘങ്ങളെ പോലെ കടന്നു പോകുന്ന പറഞ്ഞാൽ മാറിക്കൊണ്ടേയിരിക്കും. ഒന്ന് വരും, പുറകെ വരും, അടുത്ത് വരും, പോകുമ്പോൾ മാറി 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 പോയിക്കൊണ്ടിരിക്കും. 3 കാലത്തിൽ നിന്നും മുക്തരാണ് ജീവൻ മുക്തൻ. 3 കാലത്തിൽ നിന്നും മുക്തനാണ്. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാറില്ല, ചിന്തിക്കാറില്ല, സന്തോഷപ്പെടാറില്ല, ഒന്നുമില്ല. വരാൻ പോകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടാറില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാറില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ചും എങ്ങനെ, കയ്യില് എണ്ണ തേച്ച് ചക്ക മുറിക്കുമ്പോൾ പശ പറ്റാതിരിക്കുന്ന പോലെ, അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ, അസുഖം നമ്മൾ അറിയാതെ തലവേദന വന്ന് അനാൻസിങ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ തലവേദനയ്ക്കുള്ള ഗുളിക കഴിക്കുമ്പോൾ തലവേദന നമ്മൾ അറിയുന്നില്ല അവിടെ ഉണ്ടെങ്കിലും എന്നതുപോലെ ഒന്നും അവനവനെ ബാധിക്കാത്ത രീതിയിൽ എന്റെ പ്രാരബ്ധമാണ് അതങ്ങനെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് ഇൻഡിഫറന്റ് ആയിട്ടിരിക്കും പ്രസന്റില്. അങ്ങനെ 3 കാലങ്ങളെയും അവർ മറികടക്കുന്നു. ഇനി അടുത്ത ഒരു ശ്ലോകത്തിലും ജീവൻ മുക്തന്റെ ലക്ഷണം തന്നെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അതെന്താണ്? ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തൗ. അതിനു മുമ്പ് ഒരെണ്ണം കൂടിയുണ്ട്. ഗുണദോഷ വിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ഗുണദോഷ വിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ഗുണദോഷ വിശിഷ്ടേസ്മിൻ. ജീവൻ മുക്തന്റെ പ്രധാനമായ ഒരു ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. വളരെ പ്രധാനമായ ഒരു ലക്ഷണമാണ് പറയുന്നത് ജീവൻ മുക്തന്റെ. സമദർശിത്വം, എല്ലാത്തിനെയും സമമായി കാണൽ. ഗുണദോഷ വിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. സമദർശിത്വം, എല്ലാത്തിനെയും സമമായി കാണൽ, അത് സമദർശിത്വം. വിഷമദർശിത്വം എന്താണ്? സമമല്ലാത്ത ദർശനത്തിന് വിഷമദർശനം എന്ന് പറയും. സമദർശനം സമമായി കാണൽ, വിഷമദർശനം സമമല്ലാത്ത ദർശനം. ഈ ലോകം ഗുണദോഷ സമ്മിശ്രമായതാണ് അല്ലെ? നമുക്കറിയാം, ഗുണം ദോഷം എല്ലാം ദ്വൈതമാണ്. ലോകം മായയുടെ ശക്തി കൊണ്ട് എപ്പോഴും ദ്വൈതമാണ്. ഇവിടെ കാണുന്നത് എല്ലാം ദ്വൈതമാണ്. രണ്ടില്ലാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാത്തിനും 2 കാണും. ഈ ലോകം ഗുണദോഷ സമ്മിശ്രമായതിനാൽ സമമായതിനെ സമമായി കാണലല്ല മുഖ്യം. സമമായതിനെല്ലാം സമമായി കാണുന്നതല്ല ഇവിടത്തെ പ്രാധാന്യമായി പറയുന്നത്. സമമല്ലാത്തതിനെ സമമായി കാണുക മാനസികമായിട്ട്. അവിടെയാണ് ഇതിന്റെ വിജയം. സമമായതിനെ സമമായി കാണാൻ ആർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. സമമല്ലാത്തതിനെ സമത്തിലേക്ക് കൊണ്ടുവന്ന് സമമായി മനസ്സിൽ പതിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ഒരു സാധകന് മാത്രമേ സാധിക്കുള്ളൂ. ജീവൻ മുക്തന് അത് സാധിക്കും. വിശിഷ്ടം ആ സ്വഭാവത്തോടു കൂടിയുള്ള അല്ലെ, വിശിഷ്ട സ്വഭാവത്തോടു കൂടിയുള്ളതുണ്ട്. പിന്നെയോ എല്ലാത്തിനും ദ്വൈതഭാവമുണ്ട് ലോകത്തില്. സൃഷ്ടിയുടെ പ്രത്യേകതയാണ് അത്. സൃഷ്ടിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, എല്ലാത്തിനും 2 ഉണ്ട്. പിന്നെ സൃഷ്ടിയുടെ ആ നെഗറ്റീവിനെ മാത്രം നമ്മൾ കാണരുത്. 2മുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ ലോകത്തില് സ്വഭാവേന വിലക്ഷണേ, ആത്മാവിനോട് ബന്ധപ്പെടാതെ ഇരിക്കുകയാണ്. സ്വഭാവേന വിലക്ഷണേ, ആത്മാവിനോട് ഇതിനൊന്നും ബന്ധപ്പെടുത്താതെ ഇരിക്കുന്നു. ആര്? ജീവൻ മുക്തൻ. ഇതിനൊന്നും ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കത്തില്ല. അദ്ദേഹം ഇതിനകത്തൊന്നും എന്റേതായിട്ടൊന്നും എടുക്കില്ല. ഗുണത്തിനെയും ദോഷത്തിനെയും ഒന്നിനെയും ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് അതിന്റെ പാട്ടിൽ അങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് വെക്കും. സർവത്ര സമർപ്പിച്ച് എല്ലാത്തിനെയും സമമായി കാണും. എങ്ങനെ എല്ലാത്തിനെയും സമമായി കാണുക? എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഈശ്വരൻ്റെതല്ലാതെ ഇവിടെ ഒന്നുമില്ല. എല്ലാം ഈശ്വരനാണ്, എല്ലാം ചൈതന്യമയമാണ്. ചൈതന്യമല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇങ്ങനെ എല്ലാത്തിനെയും സമമായി കണ്ടുകൊണ്ടിരിക്കും. ഒന്നിനെയും വേറെ അത് നല്ലത് ഇത് ചീത്ത അങ്ങനെയുള്ള വിചാരമില്ല. അത് സാധകനായിരിക്കുമ്പോ വേണം. 2 വഴിക്കും പോകാൻ പറ്റുമോ? ഇവിടെ നല്ലതും ചീത്തയും ഉണ്ട് ഈശ്വരന്റെ സൃഷ്ടിയിൽ.
അതിൽ നല്ലതിനെ തിരഞ്ഞെടുക്കലാണ് വിവേകം കൊണ്ട് ചെയ്യുന്നത്. വിവേകം നാമജപം കൊണ്ടും ധർമ്മനിഷ്ഠമായ ജീവിതം കൊണ്ടും വിവേകം ഉണ്ടാകും. ആ വിവേകത്തിൽ നിന്ന് ഏതു വഴി എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഈശ്വരപ്രാപ്തി വേണമെങ്കിൽ ധർമ്മപരമായ വഴി തിരഞ്ഞെടുക്കണം. ആസുരികമായത് മതിയെങ്കിൽ മറ്റേ വഴിക്ക് പോകാം. അപ്പോ നല്ലത് തിരഞ്ഞെടുത്ത് ആ സാധകനായിരിക്കുമ്പോൾ, അങ്ങനെ നല്ലത് തിരഞ്ഞെടുത്ത് സാധനയിൽ കൂടി എവിടെ വരും? ജീവബ്രഹ്മ ഐക്യത്തിലേക്ക് വരും. ജീവബ്രഹ്മ ഐക്യത്തിലേക്ക് വന്നാലോ പിന്നെ എല്ലാം ഒരുപോലെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ലതുമില്ല ചീത്തയില്ല, എല്ലാം ഒന്ന് തന്നെ. ഒന്നിനോടും പ്രത്യേകിച്ചൊരു മമതയില്ല, എല്ലാത്തിനെയും ഒരുപോലെ കാണുക. സർവത്ര സമദർശിത്വം. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ബാബയോട് ഹിസ്ലോപ്പ് എന്ന് പറഞ്ഞ ആ വലിയ ലോകം മുഴുവൻ സഞ്ചരിച്ച് യഥാർത്ഥ ആത്മീയത എന്താണ്, സ്പിരിച്വാലിറ്റിയുടെ ഒറിജിനാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചത് അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടായില്ല. അദ്ദേഹം ഭഗവാൻ ബാബയുടെ അടുത്തെത്തിയിട്ടാണ് അദ്ദേഹത്തിന് എന്താണ് ശരിയായിട്ടുള്ള ആത്മീയത എന്ന് മനസ്സിലായത്. അതില് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭാഗമായിട്ട് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും, അത് എങ്ങനെയാ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുക? നമ്മുടെ മുമ്പിൽ തീർത്തും മോശമായി പെരുമാറുന്നവരും നമ്മളെ അപമാനിച്ചവരും സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരും തീർത്തും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ജീവിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുക? ഭഗവാൻ പറഞ്ഞു, അവരുടെ പുറത്ത് കാണുന്ന പ്രവൃത്തികളോ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ അല്ല അവിടെ ദർശിക്കേണ്ടത്. സമഭാവന എന്ന് പറഞ്ഞാൽ അവരിൽ പ്രവർത്തിക്കുന്ന ആ ചൈതന്യം, അതിനെയാണ് കാണേണ്ടത്. നമ്മളുടെ ഉള്ളിലുള്ള ചൈതന്യവും അവരിലുള്ള ചൈതന്യവും ഒന്നു തന്നെ എന്ന് മനസ്സിലാക്കലാണ് സമദർശിത്വം. നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം അല്ലെ ഈശ്വര ചൈതന്യമല്ലാതെ ഇത് എന്തെങ്കിലും പ്രവർത്തിക്കുവോ? ഒന്നും പ്രവർത്തിക്കില്ല. ഒരു വൃക്ഷം വലുതാവുന്നുണ്ടെങ്കിൽ അതിൽ ഈശ്വര ചൈതന്യം കൊണ്ടാണ് ആ വൃക്ഷം ചെടി വളർന്ന് വലുതാവുന്നത്. അത് പുഷ്പിക്കുന്നത് ഈശ്വര ചൈതന്യം കൊണ്ടാണ്. അത് കായ്ഫലങ്ങൾ തരുന്നത് ഈശ്വര ചൈതന്യം കൊണ്ടാണ്. അത് സമയാസമയത്ത് അതിന്റെ പാകമാകുന്ന ഫലങ്ങൾ പാകമാകുന്ന ഈശ്വര ചൈതന്യം കൊണ്ടാണ്. മഴയുടെ സമയത്ത് മഴ പെയ്യുന്ന ഈശ്വര ചൈതന്യം കൊണ്ടാണ്. വെയിൽ വരുന്ന ഈശ്വര ചൈതന്യം കൊണ്ടാണ്. സൂര്യപ്രകാശിക്കുന്ന ഈശ്വര ചൈതന്യം കൊണ്ടാണ്. നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരെല്ലാം അവരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൂവിങ് ആയിട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് എല്ലാം ഈശ്വര ചൈതന്യമാണ്. ചൈതന്യത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ കാണാം. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം ഒരു ബാബാജി പറഞ്ഞു. ഇപ്പോ ഇലക്ട്രിക് കറണ്ട് ആ വയറിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതില് പലതരം ബൾബുകൾ പിടിപ്പിക്കുമ്പോൾ പലതരം പ്രകാശങ്ങൾ കാണും. തീരെ ഇപ്പോ 0 വാട്ട് എന്ന് പറഞ്ഞൊരു ബൾബ് ഇടുമ്പോൾ ചെറിയ പ്രകാശം, 5 വാട്ട് എന്ന് പറഞ്ഞ് വേറൊരു ബൾബ് ഇടുമ്പോൾ കുറച്ചുകൂടെ പ്രയാസം, 15 വാട്ടിന്റെ ഇടുമ്പോൾ കുറച്ചുകൂടെ, 100 വാട്ടിന്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രകാശം. പിന്നെ വലിയ വലിയ മെഷീനൊക്കെ വരുമ്പോൾ ഒരുപാട് വലിയ രീതിയിൽ പ്രവർത്തിക്കും. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് കറണ്ടിൽ കൂടി തന്നെയാണ്. അതിൽ കൊണ്ടുവയ്ക്കുന്ന അതിനെ ഉപയോഗിക്കുന്ന യന്ത്രസാമഗ്രികളുടെ ഇതനുസരിച്ച് കഴിവനുസരിച്ചിരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്. എത്ര ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രേ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അവിടെ ഉള്ളത് ഇപ്പോ ആ ലൈനിൽ എന്തുമാത്രം കറണ്ട് ഉണ്ട്. പക്ഷെ നമ്മൾ വെക്കുന്ന ഇൻസ്ട്രുമെന്റിൽ അതിന് താങ്ങാൻ പറ്റുന്ന 5 വാട്ടാണെങ്കിൽ അതിനകത്ത് 5 വാട്ടേ വരുള്ളൂ, 5 വാട്ടേ അത് എടുക്കത്തുള്ളൂ. 5 വാട്ട് കൊണ്ട് അത് പ്രവർത്തിക്കും. 100 വാട്ട് വേണ്ടത് ബൾബ് 100 വാട്ട് എടുത്ത് പ്രവർത്തിക്കും. അപ്പോ അതുപോലെയാണ് ചൈതന്യം. എവിടെയൊക്കെയാണോ ചൈതന്യത്തിന്റെ അളവ് ഏതൊക്കെ രീതിയിൽ വേണമോ ഈശ്വരൻ അതറിയാം. അതനുസരിച്ചാണ് ഇവിടെ ചൈതന്യം വിളങ്ങുന്നത്. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത എന്താ? ആ ചൈതന്യം ഏറ്റവും നല്ല രീതിയിൽ തിരിച്ച് ആ ചൈതന്യത്തിൽ ആ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായ ഈ ജീവൻ തിരിച്ച് ആ ചൈതന്യത്തിലേക്ക് തന്നെ എത്താൻ, അതായത് തിരിച്ച് ആ ചൈതന്യം തന്നെ എന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു കഴിവും കൂടി മനുഷ്യന് വെച്ചിട്ടുണ്ട്. 1000 വാട്ട് വയ്ക്കുന്ന പോലെയാ. 5 വാട്ടുകാരനെ ഇരിക്കോ പൂച്ചയ്ക്കോ അത് പറ്റില്ല, മനുഷ്യന് ഇത് പറ്റും. അപ്പോ ആ ചൈതന്യത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, ചൈതന്യത്തിന്റെ പ്രകാശത്തിൽ വ്യത്യാസമുണ്ട്, ഊർജം നമുക്ക് തരുന്നതിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ആ ഊർജമാണ് എല്ലാത്തിലും എന്ന് തിരിച്ചറിയലാണ് സമദർശിത്വം. ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാത്തിലും. ഒരു പുൽക്കൊടി അനങ്ങണമെങ്കിൽ പോലും, ഒരു കാറ്റ് വീശണമെങ്കിൽ, ഒരു മഴ പെയ്യണമെങ്കിൽ എല്ലാത്തിനും ഈശ്വര ചൈതന്യം കൂടിയേ തീരൂ. അങ്ങനെ എല്ലാത്തിലും ഈശ്വര ചൈതന്യത്തെ സദാ കാണുക. ഒരിക്കൽ കണ്ടാൽ പോരാ, എല്ലായ്പ്പോഴും ഈശ്വര ചൈതന്യത്തെ മാത്രം ദർശിച്ചു കൊണ്ടിരിക്കുന്നതാണ് സമദർശിത്വം. സമമായി കാണൽ.
അതാണ് ജീവൻ മുക്തന്റെ ലക്ഷണം. ജീവൻ മുക്തന് എല്ലാം സമമാണ്, എല്ലാവരും സമമാണ്. ദുഷ്ടനും നീചനും പാപിയും വലിയ ദാനധർമ്മിഷ്ഠനും പ്രധാനമന്ത്രിയും എല്ലാവരും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവുമില്ല, ആരോടും പ്രത്യേകിച്ച് അമിതമായ സ്നേഹവും ഇല്ല, എല്ലാവരും സമം. അടുത്ത ശ്ലോകങ്ങളിൽ സമദർശിത്വം എന്നതിനെ വിശദീകരിക്കുന്ന ശ്ലോകങ്ങളാണ് അടുത്തത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. പിന്നെ നമ്മൾ 2 ശ്ലോകം നോക്കി, 2 ലക്ഷണങ്ങളാണ് കണ്ടത്. അതീതാനനുസന്ധാനം ഭവിഷ്യത വിചാരണം ഔദാസീന്യമഭിപ്രാപ്തേ ജീവൻ മുക്തച്ച ലക്ഷണം എന്ന് പഠിച്ചു. പിന്നീട് ഗുണദോഷ വിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം എന്നും പഠിച്ചു. ഇനി സമദർശിത്വം അതിനെ കൂടുതൽ വിശദമാക്കുന്നുണ്ട് ആചാര്യസ്വാമികൾ അടുത്ത ശ്ലോകത്തിൽ. ഇത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ജീവൻ മുക്തന്റെ ലക്ഷണം നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ മുന്നോട്ട് വരുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിലേക്കൊക്കെ എത്താൻ പറ്റുമോ? ഇനി എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോ ഓരോ നിമിഷവും അതിലേക്ക് ഉള്ള യാത്ര തുടങ്ങുക. ഓരോന്നിലും ഈ പറയുന്ന ജീവൻ മുക്തന്റെ ലക്ഷണം അറിഞ്ഞിട്ട് അതുപോലെ നമ്മുടെ മനസ്സിനെ പതുക്കെ 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 അതിലേക്ക് കൊണ്ടുവരിക. വെറുതെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ കലുഷപ്പെടുത്താതിരിക്കുക. വരാൻ പോകുന്നതിനെ കുറിച്ച് ഒരാശങ്കയും വേണ്ട, എല്ലാം സുനിശ്ചിതമാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, എല്ലാം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിനെ സമാധാനപ്പെടുത്തി എപ്പോഴും ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് ഭഗവത് സ്മരണയില് നമ്മൾ ഇരിക്കാനാകട്ടെ. അങ്ങനെ വേണം നമ്മുടെ ശരീരം വിടുമ്പോൾ ഭഗവത് സ്മരണയിൽ മാത്രമായിരിക്കണം. ഒന്നിനു വേണ്ടിയും കേഴരുത് മനസ്സ്. എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, ഈ ജന്മത്തിൽ സാധിച്ചില്ലല്ലോ, ഭഗവാനെ അടുത്ത ജന്മത്തിലെങ്കിലും സാധിക്കണേ എന്ന് വിചാരിച്ചാൽ അപ്പം കിട്ടും അടുത്ത ജന്മം. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ, അങ്ങനെ ഇല്ല, ഇനി നമുക്ക് ജന്മമില്ല, ഉറപ്പിക്കുക. നമ്മൾ ചെല്ലുന്ന ഈശ്വരനിലേക്കാണ്, ഒരു സംശയം വേണ്ട. എല്ലാ ഇന്ദ്രിയങ്ങളെയും പിൻവലിക്കുക. അവരൊക്കെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു, ഇനി എന്ത് തൃപ്തിപ്പെടാൻ, എല്ലാം ഓക്കെ ആയി. ഇനി ഒരു അതൃപ്തി എന്റെ മനസ്സിലില്ല. ഇങ്ങനെ സദാ ചിന്തിച്ചാൽ തൃപ്തമായ ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറും. ഇപ്പോ വിവേക ചൂടാമണി നമുക്ക് തരാൻ ഉദ്ദേശിച്ചത് നമുക്ക് മേടിക്കാൻ പറ്റും. ഭഗവാൻ ബാബ നമുക്ക് തരാൻ ഉദ്ദേശിച്ചത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഭഗവാൻ വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ആ ഈശ്വര പ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ സാധന തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സായിറാം. സായിറാം 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 സാർ.